ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു കോളർ നെക്ക് കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ ഒരു അജ്രക്കിൻ്റെ പ്രിൻറ്റഡ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇത് 2.25 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയലിൻ്റെ ഡിസൈന് ഇതേപോലെയാണ് ഉള്ളത്. അപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രിൻറ്റഡ് മെറ്റീരിയലിൻ്റെ ഡിസൈൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ നമുക്ക് സാധാരണ എപ്പോഴും മടക്കി വെക്കുന്ന പോലെ 4 മടക്കി എടുത്ത ശേഷം കട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഡിസൈനൊക്കെ ഒരേ രീതിയിലാണ് വന്നിട്ടുള്ളത്. 2 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. സെയിം കളറിലുള്ള കോട്ടൺ ലൈനിങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലൈനിങ്ങിൽ അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്ത ശേഷം അത് വെച്ചിട്ട് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൻ്റെ തുണി 4 ഞാനിവിടെ മടക്കിയിട്ടിട്ടുണ്ട്. ഫോൾഡഡ് സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തും ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് സൈഡിൽ വരത്തക്ക രീതിയിൽ 4 ഈ ഒരു മെറ്റീരിയൽ ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്. ഈ ഒരു കുർത്തിയുടെ ടോട്ടൽ ലെങ്ത്ത് 44 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ലൈനിങ് നമ്മളെപ്പോഴും മെയിൻ ഫാബ്രിക്കിനേക്കാളും 2 ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ലൈനിങ്ങിൽ 40 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ എനിക്കിവിടെ 7.5 ഇഞ്ചാണ് വേണ്ടത്. കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ ഒരു 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്ത് 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. 40 ഇഞ്ചാണ് ചെസ്റ്റ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 2 ഇഞ്ച് സിം എലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ആ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടി മേലെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്കും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് ആം ഹോൾ കർവ് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കാം. ഷോൾഡറിൽ നിന്നും താഴേക്ക് വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗം 14 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ ഷോൾഡറിൽ നിന്നും ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യുന്ന ഭാഗം 20.5 ഇഞ്ചിലാണ്. അപ്പോൾ അവിടെയും ഞാൻ 2 പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്താണ് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിവിടെ 36 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഹിപ്പ് റൗണ്ട് എനിക്കിവിടെ 42 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്തൊന്ന് വരച്ചെടുക്കാം. ഇവിടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്തും വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്തും 2 ഇഞ്ചാണ് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഹിപ്പ് റൗണ്ടിൻ്റെ ഭാഗത്ത് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് വി ഷേപ്പിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് ലെങ്ത്ത് നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗം വരെ, അതായത് ഷോൾഡറിൽ നിന്നും താഴേക്ക് 13 ഇഞ്ച് ലെങ്ത്ത് വരെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ അതിന് മേലോട്ടായിട്ട് 10 അല്ലെങ്കിൽ 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 10 ഇഞ്ച് ലെങ്ത്തിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ആ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻറ്റിൽ നിന്നും മേലെ നമ്മുടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റ് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഷോൾഡർ സ്ലോപ്പ് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഹിപ്പ് റൗണ്ടിൽ നിന്നും താഴെ ഭാഗത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാം. അതല്ല നമുക്ക് സൈഡിൽ കുറച്ചും കൂടി വീതി വേണമെന്നുണ്ടെങ്കിൽ ഒരു എ-ലൈൻ ഷേപ്പിൽ കുറച്ച് ചരിച്ചിട്ട് വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ലൈനിങ്ങിൽ എല്ലാ അളവുകളും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ്ങിൻ്റെ താഴെ ഭാഗത്ത് ഓപ്പൺ സൈഡിലായിട്ട് ഒരു 1/2 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കേർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ എന്തായാലും ഈ ഒരു സൈഡിൽ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അതിന് കണക്കായിട്ടാണ് ഈ ഒരു ലൈനിങ്ങും ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഫ്രണ്ട് പീസ് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് ഭാഗത്തെ ലൈനിങ് മാത്രം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേ അളവിൽ മെയിൻ ഫാബ്രിക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് മെയിൻ ഫാബ്രിക്കും ഇതേപോലെ തുണി 4 മടക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള വീതിക്ക് മാത്രം തുണി മടക്കിയിട്ടാൽ മതി. ലൈനിങ്ങിൽ നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് കറക്റ്റായിട്ടുള്ള അളവിൽ ഈ ഒരു മെയിൻ ഫാബ്രിക് മടക്കി വെച്ചാൽ മതി. ഇതേപോലെ 4 മടക്കി എടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് ഈ ഒരു തുണിയുടെ മേലെ വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു സൈഡിലാണ് കുറച്ച് കൂടുതൽ വീതി ആവശ്യം. അതിന് കറക്റ്റായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം കട്ട് ചെയ്തെടുക്കാം. ലെങ്ത്ത് നമുക്ക് 44 ഇഞ്ചാണ് വേണ്ടതെന്ന് പറഞ്ഞു. 46 ഇഞ്ചിലാണ് ഞാനിവിടെ മടക്കിയിട്ടിരിക്കുന്നത്. ഇതേപോലെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടിവശത്ത് മെയിൻ ഫാബ്രിക്കിൻ്റെ ഈ ഒരു ഓപ്പണിംഗ് സൈഡിൽ 3/4 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ കേർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം.
ഇനി ഇതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വന്ന തുണിയിൽ നമ്മൾ ഇതേപോലെ 2 സ്ലീവ്സിനും വേണ്ടിയിട്ടുള്ള തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഈ ഒരു മേൽഭാഗത്ത് 2 ഇഞ്ച് ലെങ്ത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ പഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എനിക്ക് 15 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 16 ഇഞ്ചിലാണ് നമ്മളിവിടെ ഈ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് ഹൈറ്റ് ഇവിടെ ഞാൻ 3 ഇഞ്ചിൽ താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ഇതേപോലെ 8 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ചരിച്ച് വരച്ച് കൊടുക്കുക. അതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്നും മേലോട്ടേക്ക് ഇതേപോലെ ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുത്ത ശേഷം ഈ ഒരു ഭാഗത്ത് ഇതേപോലെ കേർവ് ഷേപ്പിൽ വരച്ചെടുക്കാം. അവിടെയാണ് നമ്മൾ ഈ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോർഷൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കിയിരുന്ന ഭാഗം സാധാരണ നമ്മൾ സ്ലീവ്സിന് മാർക്ക് ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ്സിൻ്റെ താഴെ ഭാഗത്ത് സ്ലീവ്സ് റൗണ്ട് എനിക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. ബൈസെപ്സിൻ്റെ അവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കാം. ഇനി ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പീസ് ജോയിൻറ്റ് കൊടുക്കേണ്ടി വരും. ബോഡി പാർട്ടും സ്ലീവ്സും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ ഉൾവശത്ത് ലൈനിങ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് എല്ലാ സൈഡ് വഴിയും ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കാം. ഇതേപോലെ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ അടിവശം 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ കോളർ നെക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് നോർമൽ ചുരിദാർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നെക്ക് ചെയ്യുന്നതിനേക്കാളും 1 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്തേക്ക് ഒരു 13 ഇഞ്ച് ലെങ്ത്തിലും ഈ ഒരു നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഫോൾഡഡ് ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊരു പോയിൻറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം. നെക്ക് വിഡ്ത്ത് നമ്മളിവിടെ 3.25 അല്ലെങ്കിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു നെക്ക് വിഡ്ത്തിൽ നിന്നും ഈ ഒരു പോയിൻറ്റിലേക്ക് ചേർത്ത് വരച്ചെടുക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്ക് നെക്ക് നമ്മൾ ഈ ഒരു കോളർ നെക്കിന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ ഈ ഒരു ബാക്ക് പീസിൽ നെക്ക് ഭാഗത്ത് 3/4 ഇഞ്ച് ലെങ്ത്തിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു. 3.25 അല്ലെങ്കിൽ 3.5 ഇഞ്ച് വിഡ്ത്തിൽ നെക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗം മാത്രം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോളർ ഭാഗത്ത് വെച്ച് കൊടുക്കേണ്ട പീസിൻ്റെ അളവുകൾ മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട ശേഷം നെക്ക് പാർട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കോളറിന് നെക്ക് വെച്ച് കൊടുക്കുന്ന വൈറ്റ് കളറിലുള്ള അക്കോബാൻ്റെ പീസാണ്. ആ ഒരു പീസിന് എത്ര ലെങ്ത്തിൽ കട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു നെക്ക് ലെങ്ത്തിനേക്കാളും 2 ഇഞ്ചെങ്കിലും അധികം തുണി എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആദ്യം തന്നെ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചുറ്റിലും മാർക്ക് ചെയ്തെടുക്കാം. 17 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇതേപോലെ മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ നേരെ ഡബിൾ, ഇതിപ്പോൾ നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടിട്ടാണല്ലോ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഡബിൾ തുണി കട്ട് ചെയ്തെടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി 3.5 ഇഞ്ച് മതി. 2ആയിട്ട് മടക്കിയിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 2ആയിട്ട് മടക്കിയിട്ട് ഓപ്പൺ സൈഡ് ഈ ഒരു നെക്കിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് വരാം. ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് നെക്കിനോട് ചേർത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം താഴെ നിന്ന് ഇതേപോലെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ തിരിച്ചിട്ട് പതിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോർണർ ഭാഗത്ത് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കോളറിൻ്റെ പീസ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ചുളിവ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 സൈഡിലും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം.
ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സെൻട്രൽ ഭാഗത്ത് ഈ ഒരു മെറ്റീരിയൽ തന്നെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ട് ബാക്കി വരുന്ന ഓപ്പണിൻ്റെ ഭാഗത്ത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. എനിക്കിവിടെ നെക്ക് ലെങ്ത്ത് 6.5 ഇഞ്ച് മതി. അത് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്ക് ഈ ഒരു പീസ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നുമില്ല, നമ്മുടെ ഇതേ മെറ്റീരിയൽ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഉള്ളിൽ നിന്നും ആ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്ലീവ്സ് ജോയിൻ ചെയ്തെടുക്കണം. ഈ ഒരു സ്ലീവ്സിൻ്റെ സൈഡ് വശത്ത് ഞാൻ 2 പീസ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശത്തും ഈ ഒരു വൈറ്റ് കളറിലുള്ള പീസ് ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെൻട്രൽ ഭാഗവും ബോഡി പാർട്ടിൻ്റെ സെൻട്രൽ ഭാഗവും കറക്റ്റാക്കി വെച്ച് കൊടുത്ത ശേഷം സ്ലീവ്സും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവ്സും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നോർമൽ കുർത്തി ചെയ്യുന്നത് പോലെ തന്നെ സൈഡ് ഓപ്പണുള്ള കുർത്തിയാണിത്. അപ്പോൾ ആ ഒരു ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൻ്റെ അടിവശവും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. കോളേജിൽ പോകുന്നവർക്കായാലും ഓഫീസിൽ പോകുന്നവർക്കായാലും സ്റ്റൈൽ ചെയ്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളി കുർത്തിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.